ഹായ് ഓൾ, വെൽക്കം ടു റീൽ ടോക്സ് വിത്ത് അഖില. വള ഫെയർബേ ഫിലിംസിന്റെ ബാനറിൽ ഹർഷദ് കഥ എഴുതി മോഹൻ സംവിധാനം ചെയ്തെത്തിയിരിക്കുന്ന സിനിമയാണ് വള. സിനിമയുടെ പേര് സൂചിപ്പിക്കുന്ന പോലെ വളയാണ് ഈ സിനിമയിലെ പ്രധാന താരം. മറ്റ് പ്രധാന വേഷങ്ങൾ ചെയ്തിരിക്കുന്നത് ധ്യാൻ ശ്രീനിവാസൻ, ലുക്മൻ അവറാൻ, വിജയരാഘവൻ, ശാന്തി കൃഷ്ണ, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള രവീന വേണു, ശീതൽ ജോസഫ്, അർജുൻ രാധാകൃഷ്ണൻ, നവാസ് വള്ളിക്കുന്ന് എന്നിവരൊക്കെയാണ്. അത്യാവശ്യം നല്ലൊരു വലിയ താരനിരയുണ്ട്. അതുപോലെ അബു സലിം ഉണ്ട് സിനിമയിൽ. അങ്ങനെ നമുക്ക് അത്യാവശ്യം ഫെമിലിയർ ആയിട്ടുള്ള കുറെ ഫേസസ് ഉള്ള ഒരു സിനിമ തന്നെയാണ് വള. ഞാൻ അങ്ങനെ ഭയങ്കര എക്സ്പെക്ടേഷൻസോട് കൂടിയൊന്നും പോയി കണ്ടൊരു സിനിമയല്ല. സാധാരണ ധ്യാനിന്റെ സിനിമകൾ എന്ന് പറഞ്ഞ ഒരു വീക്ക്ലി സ്റ്റാർ എന്നാണല്ലോ പൊതുവെ ധ്യാനിനെ പറ്റി പറയുന്നത്. അങ്ങനെ ആ ഒരു രീതിയിലൊക്കെ തന്നെയാണ് ഈ സിനിമയ്ക്ക് പോയത്. പക്ഷെ ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് സിനിമ ഇഷ്ടപ്പെട്ടു. നല്ല നമുക്ക് എന്താ പറയാ ഒരു 2-2.5 മണിക്കൂർ എൻജോയ് ചെയ്ത് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് വള തോന്നിയത്. ഇത് നമ്മൾ സാധാരണ കാണുന്ന പോലത്തെ ഒരു ധ്യാൻ ശ്രീനിവാസൻ തട്ടുപൊളിപ്പൻ പടമല്ല. നമ്മൾ ട്രെയിലർ ഒക്കെ കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ധാരണ കിട്ടും ഈ സിനിമ എന്തിനെ കുറിച്ചാണ്, എങ്ങനെയാണ് ഇതിന്റെ ഒരു മെയിൻ ത്രെഡ് പോകുന്നതെന്നൊക്കെ ഏകദേശം ഒരു ഐഡിയ നമുക്ക് ട്രെയിലർ കണ്ടവർക്കാണെന്നുണ്ടെങ്കിൽ മനസ്സിലാവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വളയാണ് ഇതിലെ പ്രധാന താരം. ആ വളയെ ചുറ്റിപ്പറ്റിയുള്ള കുറെ ആൾക്കാരും അതിനെ പറ്റിയുള്ള കുറെ ഇൻസിഡൻസുമാണ് ഈ സിനിമയിലുടനീളം പറഞ്ഞു പോകുന്നത്. ഈ വളയെ മോഹവിലയുള്ള ഒരു വളയായിട്ടാണ് ഈ സിനിമയിൽ വിശേഷിപ്പിക്കുന്നത്. ഈ വള എങ്ങനെ മോഹവിലയുള്ള വളയായി എന്നതിന്റെ ഒരു നറേഷനോട് കൂടിയാണ് സിനിമയുടെ ടൈറ്റിൽ കാർഡ് തുടങ്ങുന്നത്. വള പ്രധാന കഥാപാത്രം ആയതുകൊണ്ട് തന്നെ അതിന് ചുറ്റിനും സ്ത്രീ കഥാപാത്രങ്ങൾ വേണമല്ലോ. ധ്യാൻ അവതരിപ്പിക്കുന്ന പുരുഷോത്തമൻ എന്ന കഥാപാത്രത്തിന്റെയും ലുക്മൻ അവതരിപ്പിക്കുന്ന ഭാനു എന്ന കഥാപാത്രത്തിന്റെയും ഭാര്യമാർ തമ്മിൽ യാദൃശികയിൽ ഉണ്ടാവുന്ന ഈ വളയെ ചൊല്ലി ഉണ്ടാവുന്ന ഒരു ഈഗോ ക്ലാഷും അതിനെ ചൊല്ലി ഭർത്താക്കന്മാർ തമ്മിൽ ഉണ്ടാവുന്ന ക്ലാഷുമാണ് ഈ സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഫസ്റ്റ് ഹാഫിൽ ഈ രണ്ട് ഫാമിലീസ് ഈ വളയ്ക്ക് വേണ്ടിയിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള കുറെ ക്ലാഷസും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് സിനിമ പോകുന്നത്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്കും കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് കുറച്ച് പ്രേക്ഷകർക്ക് ഇമോഷണലി കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് സിനിമ പോകുന്നത്. ഇപ്പൊ ശാന്തി കൃഷ്ണ, വിജയരാഘവന്റെ പേരാണ് സെക്കൻഡ് ഹാഫിലേക്ക് വരുന്നത്. നല്ല രസമായിട്ട് അവരുടെ കോംബോ വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. സ്ക്രീൻ പ്രസൻസ് ആയാലും കാര്യങ്ങളായാലും ഒക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ അവരുടെ പേര് സിനിമയിൽ വന്നിട്ടുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയത്. പെർഫോമൻസ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും അവർക്ക് കിട്ടിയ റോളുകൾ മനോഹരമായിട്ട് തന്നെ നല്ല രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. വിജയരാഘവൻ, ശാന്തി കൃഷ്ണ ഒന്നും അത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ആസ് യൂഷ്വൽ നല്ല ഭംഗിയായിട്ട് തന്നെ അവരുടെ റോള് വന്നിട്ടുണ്ട്. ലുക്മാന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്തിടെ ഞാൻ കണ്ടത് എനിക്ക് തോന്നുന്നു അത്യാവശ്യം ലുക്മാൻ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണിത്. നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഒരു ധ്യാൻ സിനിമ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയതെങ്കിലും സ്ക്രീൻ സ്പേസ് കൊണ്ടും പെർഫോമൻസ് കൊണ്ടും ലുക്മാൻ ഒരു പടി മുകളിൽ നിൽക്കുന്നതാണ് ഞാൻ കണ്ടത്. ലുക്മാന് കിട്ടിയ ആ ഒരു സ്ക്രീൻ സ്പേസ് ലുക്മാൻ നല്ലോണം തന്നെ അത് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ 2 ഫൈറ്റ് സീക്വൻസസ് ഉണ്ട്. എനിക്ക് അത്യാവശ്യം നല്ലോണം ഇഷ്ടപ്പെട്ടു ഇതിന്റെ കൊറിയോഗ്രഫി. ലുക്മാൻ അത് ഭയങ്കര നല്ലോണം ചെയ്തിട്ടുമുണ്ട്. അതുപോലെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പെർഫോമൻസ് ആണ് ഇതിൽ അബു സലീമിന്റേത്. നമ്മൾ റീസെന്റ് പൈങ്കിളി കണ്ടവർക്ക് ചിലപ്പോൾ ഓർമ്മയുണ്ടാവും. അതിലൊരു കോമഡി ടച്ച് ഉള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു. അതിൽ എനിക്ക് നല്ലോണം അബു സലീമിന്റെ ക്യാരക്ടർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇത് കുറച്ച് സീരിയസ് നോട്ടിൽ വരുന്ന ഒരു ക്യാരക്ടറാണ്. പക്ഷെ എന്നുണ്ടെങ്കിൽ ഒരു ഇമോഷണൽ ടച്ച് ഉള്ളതും കുറച്ച് സീരിയസ് ആയിട്ടുള്ളതും പിന്നെ പുള്ളിയുടെ ബോഡി വെച്ചിട്ട് പുള്ളിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഒരു ഫൈറ്റിലൊക്കെ ഉണ്ട്. അതും ഒക്കെ നല്ലോണം ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ പ്രസൻസ് വരുന്ന സീൻസ് ഒക്കെ വളരെ നന്നായിട്ട് തന്നെ സിനിമയിൽ വന്നിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് ഹാഫിൽ ഈ രണ്ട് ഫാമിലീസും തമ്മിൽ വളയ്ക്ക് വേണ്ടിയിട്ടുള്ള അടിപിടിയാണ് നടക്കുന്നത് ഞാൻ പറഞ്ഞു. അപ്പം അതിന് വേണ്ടിയിട്ട് ഈ വള അന്വേഷിച്ച് പുറത്തുനിന്ന് ഒരാൾ വരുന്നുണ്ട്. ആ ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾ, ആ ഒരു വില്ലൻ വേഷം ചെയ്തിരിക്കുന്നത് നമ്മുടെ ഗോവിന്ദ് വസന്തയാണ്. ഈ സിനിമയുടെ തന്നെ മ്യൂസിക് ഡയറക്ടറാണ്. പുള്ളിയുടെ ആ ലുക്കും ആ ഒരു താടിയും എല്ലാം വെച്ചിട്ട് പുള്ളിക്ക് പറ്റിയൊരു റോള് തന്നെയാണ് എന്ന് എനിക്ക് തോന്നി. നല്ലോണം ചെയ്തിട്ടുമുണ്ട്. കുറച്ച് സീൻസിലൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ലോണം ആ റോള് വർക്ക്ഔട്ട് ആയിട്ടുമുണ്ട്. ഗോവിന്ദ് വസന്തയുടെ മ്യൂസിക് പിന്നെ നമുക്ക് അങ്ങനെ എടുത്തു പറയേണ്ടതായിട്ടൊന്നുമില്ല. വൺ ഓഫ് ദ ബെസ്റ്റ് തന്നെയാണ്. ഈ സിനിമയിലും അതുപോലെ തന്നെ ഭയങ്കര സൂപ്പർ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അറബിക് സോങ് ഉണ്ട്, ഹിന്ദി ഉണ്ട്, മലയാളം ഉണ്ട്, ചിത്രയുടെ സോങ് ഉണ്ട്. അതുപോലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഈ സിനിമയിൽ ഒരു ഉസ്താദ് ഈ വളയെപ്പറ്റി അറബി വായിക്കാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു ഉസ്താദിന്റെ കുറച്ച് സീക്വൻസ് ഉണ്ട്. പുള്ളി വരുമ്പോൾ ഉള്ള ഒരു ഇംഗ്ലീഷ് സോങ് ആണ് അത് ആക്ച്വലി. ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറും കാര്യങ്ങളും ഒക്കെ ഭയങ്കര കിടിലായിട്ട് തന്നെ ഈ സിനിമയിൽ വന്നിട്ടുണ്ട്. എനിക്ക് ആ പോർഷനൊക്കെ നല്ലോണം ഇഷ്ടമായി. സോ മൊത്തത്തില് സ്കോറ് ഭയങ്കര ഒരു പോസിറ്റീവ് ഇമ്പാക്ട് ഈ സിനിമയ്ക്ക് കൊടുത്തിട്ടുണ്ടെന്ന് തന്നെ വേണം പറയാൻ വേണ്ടിയിട്ട്. ആ ഉസ്താദ് വരുന്ന സീനൊക്കെ ശരിക്കും ആ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ആ ഒരു ഇംഗ്ലീഷ് മ്യൂസിക്കും ഒക്കെ കൂടെ വെച്ച് കാണുമ്പോഴത്തേക്കും ഭയങ്കര ഒരു ഇമ്പാക്ട് ആണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. പുള്ളി വരുന്നത് ഒരു വിന്റേജ് കാറിലൊക്കെയാണ്. ആ ഒരു ഷോർട്സ് ഒക്കെ എടുത്തേക്കുന്ന രീതിയാണെന്നുണ്ടെങ്കിൽ ഒക്കെ ഭയങ്കര ഒരു എന്തോ ഭയങ്കര ഒരു സംഭവമായിട്ട് നമുക്ക് തോന്നും.
നല്ല രസമായിട്ട് എനിക്ക് ക്യാരക്ടർ ഇഷ്ടമായി, ആ വന്ന രീതി മൊത്തത്തിൽ എടുത്തേക്കുന്നതൊക്കെ എനിക്ക് നല്ലോണം സീൻസ് ഒക്കെ ഇഷ്ടമായിട്ടുണ്ട് സിനിമയിൽ. സോ ഇതൊക്കെയാണ് വള. എനിക്ക് പേഴ്സണലി സിനിമ ഇഷ്ടമായി, നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റി. ഒരു 2-2.5 മണിക്കൂർ അത്യാവശ്യം ലാഗ് ഒന്നും ഇല്ലാണ്ട് കണ്ടിരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ്. കുറച്ച് കോമഡി, കുറച്ച് ഇമോഷൻ, കുറച്ച് എന്റർടൈനിങ്, അങ്ങനെ എല്ലാം കൂടെ ഒരു കലർന്ന ഒരു സിനിമ തന്നെയാണ് വള. ഒരുപാട് ട്വിസ്റ്റുകളുള്ള സിനിമ കണ്ട് കൺഫ്യൂസ് ആവുന്നതിനേക്കാൾ ഇങ്ങനെ കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള സിനിമ കാണുന്നതാണ് കുറച്ചുകൂടെ രസം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇത് എന്റെ അഭിപ്രായമാണ്, ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ പെർസ്പെക്റ്റീവ് ഉണ്ട്. സോ ദാറ്റ്സ് ഇറ്റ്. മറ്റൊരു സിനിമാ വിശേഷവുമായി വീണ്ടും കാണാം. പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ. സൈനിങ് ഓഫ്. താങ്ക് യു.